നവകേരള സദസ്സിനായി കൊല്ലം കടയ്ക്കൽ പീഡിയ ക്ഷേത്ര മൈതാനത്ത് തയ്യാറാക്കിയ വേദി മാറ്റി. ഇക്കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ബുധനാഴ്ച നടത്തേണ്ട സദസ്സിന്റെ വേദിയാണ് മാറ്റിയത്. സദസ്സിനായി മൈതാനത്ത് നടത്തിയ താൽക്കാലിക നിർമ്മിതികൾ പൊളിച്ചു നീക്കാൻ കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. നവകേരള സദസ്സിന് ക്ഷേത്ര മൈതാനത്ത് വേദി അനുവദിച്ച ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ ഭക്തർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ക്ഷേത്ര പ്രവർത്തനത്തെ നവകേരള സദസ്സ് ബാധിക്കുമെന്ന ഹർജിയിലെ വാദം ശരിവച്ച കോടതി ദേവസ്വം ബോർഡിന്റെ അനുമതി റദ്ദാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ പത്തനാപുരം മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്ന NSS ഗ്രൗണ്ട് ചെളിക്കുളമായി. 300ഓളം സംഘാടകർ ചേർന്ന് ക്വാറി വേസ്റ്റ് നികത്തിയതോടെയാണ് പരാതി കൗണ്ടറിലേക്കും പന്തലിലേക്കുമുള്ള വഴി സഞ്ചാരയോഗ്യമായത്. കഴിഞ്ഞ ദിവസം തുടർച്ചയായി പെയ്ത മഴയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത്. ഇന്ന് പുലർച്ചെ വരെ തുടർന്ന മഴയിൽ സദസ്സ് നടക്കുന്ന മൈതാനത്തിൽ വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെട്ടത് ജനങ്ങളെ പ്രയാസപ്പെടുത്തി. വലിയ പ്രയാസമായിരുന്നു. വലിയ പാടാണ് ഇതിൽ വരാന്. വല്ലവിധനൊക്കെ എത്തിപ്പറ്റി ഇവിടെ. വിവിധ ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ നിരവധി തവണ മൈതാനത്തേക്ക് പ്രവേശിച്ചത് ചെളി രൂപപ്പെടാൻ കാരണമായി. ചെരുപ്പുകൾ കയ്യിൽ പിടിച്ചായിരുന്നു മൈതാനത്തേക്ക് പലരും എത്തിച്ചേർന്നത്. 285ഓളം വളണ്ടിയർ പ്രവർത്തകർ രാവിലെയോടെ തന്നെ ക്വാറി വേസ്റ്റുകൾ നിരത്തിയതോടെ പന്തലിലേക്കും പരാതി കൗണ്ടറിലേക്കുമുള്ള വഴി ജനങ്ങൾക്ക് നടന്നു പോകുവാനുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നേതൃത്വം നൽകുവാൻ ഇവിടുത്തെ വാളണ്ടിയർ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വാളണ്ടിയേഴ്സ് നന്നായി വലിയൊരു പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. മഴയും ചെളിയും സൃഷ്ടിച്ച പ്രതികൂല അന്തരീക്ഷത്തിലും വലിയ ജനപങ്കാളിത്തത്തോടെയാണ് പത്തനാപുരം മണ്ഡലത്തിലെ സദസ്സ് സമാപിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. കൊല്ലത്ത് നവകേരള യാത്രയുമായി മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ വേറിട്ട പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗം. തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത് സിയാണ് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ച